In this chapter, we will be discussing about acids, bases and salts. നമ്മൾ ആസിഡിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. ആസിഡ്സ് ആർ വെരി ഹാർംഫുൾ ടു അവർ ബോഡി. നമ്മുടെ കയ്യിലോ ശരീരത്തിലോ ഒരു തുള്ളി കോൺസെൻട്രേറ്റഡ് ആസിഡ് വീണ് കഴിഞ്ഞാൽ ആ ഭാഗം ഹോൾ വരും. കയ്യിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കൈ ഹോൾ വരും. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ആസിഡ്സ്, നമുക്കറിയാം. അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ബേസിസ്. ആസിഡ്സും ബേസിസും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആസിഡ്സ് ആർ sour in taste. Sour in taste എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസ് ആൻഡ് വിനെഗർ അതിന്റെയൊക്കെ ടേസ്റ്റ് ആണ്, റൈറ്റ്? ആസിഡ്സ് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളർ ആക്കി മാറ്റും. ആൻഡ് വാട്ട് അബൌട്ട് ബേസസ്? ബേസസ് ആർ ബിറ്റർ ഇൻ ടേസ്റ്റ്. ബേസസ് ക്യാൻ ചേഞ്ച് ദ കളർ ഓഫ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. ഈ ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂയിൽ നിന്ന് റെഡും റെഡിൽ നിന്ന് ബ്ലൂവും ആക്കുന്നത്. നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? സോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്, റൈറ്റ്? ആസിഡ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ്, ബ്ലൂവിന്റെ ഫസ്റ്റ് ലെറ്റർ ബി ആണ്, റൈറ്റ്? സോ ആൽഫബറ്റിൽ ഫസ്റ്റ് ലെറ്റർ എ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ബി ആണ്. സോ ആസിഡ്സിനെ എ ബി ആർ ആണ്, റൈറ്റ്? ആസിഡ്സിനെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു. ബേസസ് വിൽ ബി ജസ്റ്റ് ഓപ്പോസിറ്റ്, റൈറ്റ്? ബേസസ് ഈസ് ബി ആർ ബി, റൈറ്റ്? There are indicators which we will use to find out if there is a presence of acid or base. ഈ ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നും വിളിക്കാറുണ്ട്, റൈറ്റ്? Indicates the presence of acid or base in a solution. There are two types of indicators available. One is natural indicators. They are litmus, turmeric, red cabbage leaves, colored petals of some flowers such as hydrangea, petunia and geranium, right? Then the next type of acid base indicators are methyl orange and phenolphthalein. They are synthetic indicators, right? So now let's try to answer this question. You have been provided with 3 test tubes. One of them contains distilled water and the other 2 contains an acidic solution and a basic solution, respectively. If you are given only red litmus paper, how will you identify the contents of each test tube? 3 ടെസ്റ്റ് ട്യൂബിൽ ഒന്നിൽ ആസിഡ് ഉണ്ട്, ഒന്നിൽ ബേസിക് സൊല്യൂഷൻ ഉണ്ട്, ഒന്നിൽ നോർമൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്. സോ നമുക്ക് ആ കൂടി റെഡ് ലിറ്റ്മസ് പേപ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സൊല്യൂഷൻസിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, റൈറ്റ്? നമുക്കറിയാം അസിഡിക് സൊല്യൂഷനെ എ ബി ആർ ആണ്, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റും, അല്ലെ? എ ബി ആർ. ആൻഡ് ബേസിക് സൊല്യൂഷൻ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റും. സോ വി ഹാവ് റെഡ് ലിറ്റ്മസ് ഹിയർ, റൈറ്റ്? ഈ റെഡ് ലിറ്റ്മസ് 3 ടെസ്റ്റ് ട്യൂബിലും ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കളർ ചേഞ്ച് വരുന്നുണ്ട്. അത് ബ്ലൂ ആയി മാറുന്നുണ്ടെങ്കിൽ അത് ബേസിക് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അത് either it is acidic solution or it is distilled water, right? നമുക്ക് ബേസിക് സൊല്യൂഷൻ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു, റൈറ്റ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു, ബേസിക് സൊല്യൂഷൻ ആണ്. നൗ വി ഹാവ് എ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നൗ, റൈറ്റ്? ഈ ലിറ്റ്മസ് പേപ്പറിനെ മറ്റു 2 സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് നോക്കിയാൽ ഈ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് അസിഡിക് സൊല്യൂഷൻ ആണ്, അല്ലെ? ഈ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത് അസിഡിക് സൊല്യൂഷൻ ആണ്, റൈറ്റ്? എ ബി ആർ, റൈറ്റ്? ഈ ബ്ലൂ ലിറ്റ്മസും റെഡ് ലിറ്റ്മസും ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ചസ് വരുന്നില്ലെങ്കിൽ അത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആസിഡ്സിന്റെയും ബേസസിന്റെയും ചില ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അല്ലെ? നമുക്ക് ഫർദർ ചില കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിരുന്നു there are 2 types of indicators, അല്ലെ? ഒന്ന് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, the other one is synthetic indicators, അല്ലെ? ചില നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിനെയും ചില സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സിലെയും ആസിഡ്സ് ആൻഡ് ബേസ് എങ്ങനെ ചേഞ്ചസ് വരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. സോ ആസിഡ്സിന്റെയും ബേസസിന്റെയും സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ആദ്യം റെഡ് ലിറ്റ്മസിൽ എന്ത് പറ്റും നോക്കാം. നമുക്കറിയാം റെഡ് ലിറ്റ്മസിനെ ബേസസ് ബ്ലൂ ആക്കി മാറ്റുന്നു, അല്ലെ? ബി ആർ ബി ആണ്. ബേസസ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. ആസിഡ്സിൽ ഒരു ചേഞ്ചും വരുന്നില്ല, റൈറ്റ്? ആൻഡ് വാട്ട് അബൌട്ട് ബ്ലൂ ലിറ്റ്മസ്? ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു, അല്ലെ? എ ബി ആർ, റൈറ്റ്? ബേസസ് നോ ചേഞ്ചസ്. പിന്നെ ഫിനോഫ്താലിൻ ആണുള്ളത്. ഫിനോഫ്താലിനിൽ ആസിഡ്സ് ഒരു ചേഞ്ചും വരുത്തുന്നില്ല, അത് കളർലെസ് ആയി തന്നെ തുടരും, റൈറ്റ്? ബട്ട് ഇറ്റ് ചേഞ്ചസ് ദ കളർ ടു പിങ്ക് when we mix some base solution with phenolphthalein. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം? ആസിഡുമായി മിക്സ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ ആൻഡ് ബേസുമായി മിക്സ് ചെയ്യുമ്പോൾ അതിന് പിങ്ക് കളർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ഫിനോഫ്താലിൻ ഈസ് സ്ലൈറ്റ്ലി ആസിഡിക് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് സ്ലൈറ്റ്ലി ആസിഡിക് ആയതുകൊണ്ടാണ് അത് ബേസുമായി വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ആവുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മിഥൈൽ ഓറഞ്ച്. മിഥൈൽ ഓറഞ്ചിനെ ആസിഡുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് റെഡ് കളറായി മാറുന്നു, ബേസുമായി വർക്ക് ചെയ്യുമ്പോൾ അത് യെല്ലോ കളറായി മാറുന്നു, റൈറ്റ്? There is a different sort of indicators that are olfactory indicators, right? Olfactory indicators എന്ന് പറഞ്ഞാൽ substances whose odor changes in acidic or basic media are called olfactory indicators. Examples are vanilla,
onion and clove. Vanilla acid there is no change in smell, but vanilla base mix ചെയ്യുമ്പോൾ it loses its smell, and onion there is no change of smell in acid, but when we introduce onion to a basic solution it loses its smell. And clove also, there is no change in smell when you introduce clove to acid, but in basic solution it loses smell. നമ്മളിവിടെ കണ്ടിട്ടുള്ള എല്ലാ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിനും ആസിഡുമായി വർക്ക് ചെയ്യുമ്പോൾ there is no change in smell, but basic സൊല്യൂഷനുമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ it loses smell, right? ആസിഡ്സ് മെറ്റൽസുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നമുക്കിവിടെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, and we have some zinc granules here. Zinc എന്ന് പറഞ്ഞ ഒരു മെറ്റലിന്റെ കുറച്ച് ഗ്രാനുൾസ് ഈ സൾഫ്യൂരിക് ആസിഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. Let us see what happens when zinc reacts with dilute sulfuric acid. So if we notice, we can see that some bubbles are coming from the acid. These are hydrogen gas bubbles. Zinc granules dilute sulfuric acidുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഈ ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് സോപ്പ് വാട്ടറിലൂടെ കടത്തിവിടുകയാണെങ്കിൽ, we have a soap solution here, so there will be some bubbles also. Those are soap bubbles filled with the hydrogen. ഈ ഹൈഡ്രജൻ ബബിൾസിന്റെ ഒരു ബബിളിന്റെ അടുത്ത് ഒരു കത്തിച്ചു വെച്ച കാൻഡിൽ നമുക്ക് അടുപ്പിച്ചു നോക്കാം. It will blast. There will be small pop sound, right? There will be a pop sound and there will be small blast. What happened? കാൻഡിലിന്റെ ഹീറ്റ് തട്ടിയപ്പോൾ സോപ്പ് ബബിൾസിന്റെ ഉള്ളിലെ ഹൈഡ്രജൻ ഹീറ്റ് ആവുകയും അത് ബ്ലാസ്റ്റ് ആവുകയും ചെയ്തു. സോ വി ഗോട്ട് എ പോപ്പ് സൗണ്ട്, റൈറ്റ്? സോ നമുക്കതിന്റെ കെമിക്കൽ ഫോർമുല, ആ റിയാക്ഷന്റെ കെമിക്കൽ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. H2SO4, that is sulfuric acid, plus zinc, that is Zn, അല്ലെ? Zn ആണ് zinc, gives ZnSO4, that is zinc sulfate, plus H2. So sulfuric acid എന്ന ആസിഡും zinc എന്ന മെറ്റലുമായി റിയാക്ട് ചെയ്തപ്പോൾ സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾട്ട് കിട്ടി നമുക്ക്, റൈറ്റ്? ആൻഡ് ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യുകയും ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്? സിങ്ക് എന്ന് പറഞ്ഞ മെറ്റൽ സൾഫ്യൂരിക് ആസിഡിലെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് zinc SO4, that is zinc sulfate ആയി മാറി ആൻഡ് ഹൈഡ്രജനെ റിലീസ് ചെയ്തു. സോ ഏത് ആസിഡ് ആണെങ്കിലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ആസിഡ് പ്ലസ് മെറ്റൽ ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ, റൈറ്റ്? സോ ഏത് ആസിഡും മെറ്റലുമായി റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഉണ്ടാകുന്നു പ്ലസ് ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. HNO3, that is nitric acid, 2HNO3 plus 2Zn gives ZnNO3, that is zinc nitrate plus H2. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ സിങ്ക് എന്ന മെറ്റൽ നൈട്രിക് ആസിഡിലെ ഹൈഡ്രജൻ ഗ്യാസിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് സിങ്ക് നൈട്രേറ്റ് ആയി മാറി ആൻഡ് ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്തു. Another example is 2CH3COOH. അസറ്റിക് ആസിഡിന്റെ ഫോർമുലയാണ് CH3COOH. അസറ്റിക് ആസിഡ് പ്ലസ് zinc gives ZnCH3COO twice, that is zinc acetate plus H2. ഇവിടെയും ഈ സിങ്ക് അസറ്റിക് ആസിഡിലെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് സിങ്ക് അസറ്റേറ്റ് ആയി മാറി പ്ലസ് ഹൈഡ്രജനെ റിലീസ് ചെയ്തു, റൈറ്റ്? ഇനി നമുക്ക് ഒരു ബേസിക് സൊല്യൂഷൻ മെറ്റലുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ബേസ് പ്ലസ് മെറ്റൽ ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്, സെയിം ആസ് ആസിഡ്, അല്ലെ? ബേസും മെറ്റലും റിയാക്ട് ചെയ്താലും നമുക്ക് ഒരു സോൾട്ട് കിട്ടും പ്ലസ് അത് ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യുന്നു, റൈറ്റ്? ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നത് ഒരു ബേസ് ആണ്, അല്ലെ? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് Zn, സിങ്ക്, വിൽ ഗിവ് Na2ZnO2, that is സോഡിയം സിങ്കേറ്റ്. സോഡിയം സിങ്കേറ്റ് എന്ന് പറഞ്ഞ ഒരു സോൾട്ട് ഉണ്ടാകുന്നു പ്ലസ് ഹൈഡ്രജൻ ഗ്യാസിനെ അത് റിലീസ് ചെയ്യുന്നു, റൈറ്റ്? ഇനി നമുക്ക് മെറ്റൽ കാർബണേറ്റ് ആസിഡുമായി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് സോഡിയം കാർബണേറ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സോഡിയം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അക്വസ് ഫോമിലാണ്, എന്ന് വെച്ചാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഫോമിലാണ്. സോ NO2CO3 plus 2HCl gives 2NaCl. NaCl നമുക്കറിയാം, ദാറ്റ് ഈസ് സോഡിയം ക്ലോറൈഡ് ആണ്, കുക്കിംഗ് സോൾട്ട് ആണ് സോഡിയം ക്ലോറൈഡ്, പ്ലസ് H2O plus CO2. Now what about metal hydrogen carbonates? NaHCO3, that is sodium hydrogen carbonate plus HCl gives sodium chloride plus H2O plus CO2. Both reactions are same, അല്ലെ? സോഡിയം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്തപ്പോൾ സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് കിട്ടി. ഇവിടെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്തപ്പോൾ സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് കിട്ടി. സോ മെറ്റൽ കാർബണേറ്റ്സ് ആയാലും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആയാലും ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സോൾട്ട് കിട്ടുന്നു
പ്ലസ് വാട്ടർ കിട്ടുന്നു പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. അതുപോലെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ലൈം വാട്ടറിലൂടെ കടത്തിവിട്ട് നോക്കാം, റൈറ്റ്? സോ ദ റിയാക്ഷൻ വിൽ ബി CaOH twice, that is the lime water plus carbon dioxide gives CaCO3, that is calcium carbonate, ഒരു വൈറ്റ് precipitate ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു അല്ലെ? വൈറ്റ് വാഷ് നമ്മൾ ലൈം വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെ? ലൈം മിക്സ് ചെയ്തിട്ടാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത്. ഈ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ ലൈം വാട്ടർ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി മിക്സ് ചെയ്തിട്ട് സ്ലോലി ഒരു വൈറ്റ് precipitate ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. ആ സെയിം വൈറ്റ് precipitate തന്നെയാണ് ഈ കാൽഷ്യം കാർബണേറ്റ്, ദാറ്റ് ഈസ് CaCO3. അതിന്റെ കൂടെ തന്നെ വാട്ടറും ഉണ്ടാകും അല്ലെ? ഈ കാൽഷ്യം കാർബണേറ്റും വാട്ടറും കൂടിയിട്ടുള്ള സൊല്യൂഷനിൽ നമ്മൾ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കാൽഷ്യം കാർബണേറ്റ് പ്ലസ് H2O പ്ലസ് CO2 gives CaHCO3 twice, that is കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടാകുന്നു. കാൽഷ്യം കാർബണേറ്റ് 3 ടൈപ്പ് സബ്സ്റ്റൻസസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്, റൈറ്റ്? One is limestone and second is chalk and the third one is marble. Reaction with metal carbonates and metal hydrogen carbonates നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം. Metal carbonate or metal hydrogen carbonate, both of them will react with acid to give a salt plus carbon dioxide plus water. ആസിഡ്സും ബേസസും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ NaOH, that is sodium hydroxide, ഒരു ബേസ് ആണ് അല്ലെ? Sodium hydroxide plus HCl, hydrochloric acid, will give NaCl, that is sodium chloride, is a salt plus H2O, that is water. ഒരു ബേസും ഒരു ആസിഡും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സോൾട്ടും വാട്ടറുമാണ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. സോ വി കൻ സേ ദാറ്റ് ബേസ് പ്ലസ് ആസിഡ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ. ഇനി നമുക്ക് മെറ്റാലിക് ഓക്സൈഡ്സ് ആസിഡുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. CuO കോപ്പർ ഓക്സൈഡ് ആണ് plus 2HCl, that is hydrochloric acid, which is in aqueous form, വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഫോമിലാണ് HCl ഉള്ളത്, will give CuCl2, is a salt, copper chloride plus H2O. So we can say that metallic oxide plus acid gives salt plus water, right? ഈ മെറ്റാലിക് ഓക്സൈഡിനെ നമുക്ക് ബേസിക് ഓക്സൈഡ് എന്ന് വിളിക്കാം. ബിക്കോസ് നമ്മൾ നേരത്തെ കണ്ടു ഒരു ബേസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സോൾട്ട് ഉണ്ടായി വാട്ടറും ഉണ്ടായി അല്ലെ? അതുപോലെ തന്നെയാണ് മെറ്റാലിക് ഓക്സൈഡ് ഒരു ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നു അല്ലെ? സോ ഒരു ബേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ് മെറ്റാലിക് ഓക്സൈഡിനെ ബേസിക് ഓക്സൈഡ് എന്നും കൂടി വിളിക്കുന്നത്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സിനെ ബേസസുമായി റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ബേസ് ഈസ് CaOH twice, calcium hydroxide plus carbon dioxide will give CaCO3 plus water. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ റിയാക്ഷൻ ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ലൈം വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡുമായി റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു വൈറ്റ് precipitate ഉണ്ടാകുന്നു അല്ലെ? നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ തന്നെയാണ്. സോ വി കൻ സേ നോൺ മെറ്റാലിക് ഓക്സൈഡ് പ്ലസ് ബേസ് ഗീവ്സ് എ സോൾട്ട് പ്ലസ് വാട്ടർ, റൈറ്റ്? സോ ഒരു ബേസ് നോൺ മെറ്റാലിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ആസിഡ് ബേസുമായി റിയാക്ട് ചെയ്യുന്ന അതേ പ്രോഡക്ട്സ് തന്നെ കിട്ടി അല്ലെ? ഒരു സോൾട്ടും വാട്ടറും. സോ നോൺ മെറ്റാലിക് ഓക്സൈഡ്സിന് ഒരു ആസിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് നോൺ മെറ്റാലിക് ഓക്സൈഡ്സിനെ acidic oxide എന്ന് കൂടി വിളിക്കാം, right? Let us discuss more on acids and bases. Acids have some similar properties. For example, it generates hydrogen on reacting with metals. നമ്മൾ ഏതൊരു ആസിഡ് എടുത്തു നോക്കിയാലും അതിൽ ഹൈഡ്രജൻ ആറ്റം കാണാൻ കഴിയും അല്ലെ? Are all compounds containing hydrogen acidic? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, അതിൽ ഒരു റബ്ബർ കോർക്ക് ഉണ്ട്. ആ റബ്ബർ കോർക്കിൽ 2 നെയിൽസ് ഉണ്ട്. ആ നെയിൽസിനോട് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു സ്വിച്ച് ഉണ്ട്, there is a bulb and a 6 volt battery. റബ്ബർ കോർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല അല്ലെ? ഈ നെയിൽസിലൂടെ ഒരിക്കലും കറണ്ട് പാസ് ചെയ്യില്ല, ബിക്കോസ് അത് റബ്ബർ കോർക്കിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വോണ്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, റൈറ്റ്? നമുക്ക് ഇതില് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ഫിൽ ചെയ്ത് നോക്കാം. ഇനി ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് കത്തുന്നുണ്ട് അല്ലെ? സോ ഈ റബ്ബർ കോർക്കിലൂടെ കറണ്ട് പാസ് ചെയ്യാത്തത് കൊണ്ട് ഈ ബൾബ് കത്തണമെങ്കിൽ ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദിസ് സൊല്യൂഷൻ അല്ലെ? HCl ഓർ H2SO4 സൊല്യൂഷനിലൂടെ മാത്രമേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയുള്ളൂ. ദാറ്റ് മീൻസ് ആസിഡ്സ് ലൈക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ സൾഫ്യൂരിക് ആസിഡ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇനി നമുക്ക് ഇതിൽ തന്നെ ഗ്ലൂക്കോസ് ഓർ ആൽക്കഹോൾ സൊല്യൂഷൻ ഫിൽ ചെയ്ത് നോക്കാം. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ C6H12O6 ആണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ C2H5OH ആണ്. രണ്ടിലും ഹൈഡ്രജൻ ഉണ്ടല്ലേ? But when we switch on, the bulb won't glow
That means glucose or alcohol solution does not conduct electricity because they are not acids. Even though there is hydrogen in glucose or alcohol, they are not acids. ഇനി നമുക്ക് ഇതിൽ തന്നെ ആൽക്കലി സൊല്യൂഷൻ അല്ലെങ്കിൽ ബേസ് സൊല്യൂഷൻ ഫിൽ ചെയ്ത് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, that is NaOH or CaOH twice. The bulb will glow. That means acids and bases conduct electricity, right? Acid solutions in water conducts electricity, right? Acidic solutionലെ ions ആണ് ഇലക്ട്രിക് കറന്റിനെ ക്യാരി ചെയ്യുന്നത്. ഒരു ആസിഡിൽ രണ്ട് ions ഉണ്ടായിരിക്കും. One is H plus ions that we call cations, right? That is positive charge ഉള്ള hydrogen ions ആണ്. So we call them cations. And the other part of the acid, ഏതൊരു ആസിഡിനും ഹൈഡ്രജൻ പാർട്ട് ഉണ്ടായിരിക്കും and there will be another part. Just like chlorine in hydrochloric acid, nitrate in nitric acid, and SO4 in sulfuric acid, and CH3COO in acetic acid. They are all having negative charges, so they are called the anions. So an acid will have two parts. One is hydrogen ions that are cations and the other one is anions which have negative charges. Hydrogen ions in water solution is responsible for acidic properties. ഇനി നമുക്ക് acids and bases solution in water നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Acids produces H plus ions in water solution, right? And the bases will produce OH minus ions in water solution. And both acid and base solutions conduct electricity. Acids conduct electricity through H plus ions and bases conduct electricity through OH minus ions. The process of dissolving an acid or a base in water is a highly exothermic one, right? Exothermic എന്ന് പറഞ്ഞാൽ heat produce ചെയ്യുന്ന reaction, അല്ലേ? ഒരു കോൺസെൻട്രേറ്റഡ് ആസിഡോ ബേസോ വാട്ടറുമായി മിക്സ് ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയർ മസ്റ്റ് ബി ടേക്കൺ, റൈറ്റ്? ഒരു കാരണവശാലും ആസിഡിൽ വാട്ടർ ഡയറക്റ്റ് മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. സോ ഒരു സ്പ്ലാഷ് ഉണ്ടാകും, നമ്മുടെ ബോഡിയിൽ ബേൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആസിഡ് തെറിച്ചിട്ട്, റൈറ്റ്? സോ വെൻ വി മിക്സ് ആസിഡ് വിത്ത് വാട്ടർ, വാട്ടറിൽ ആസിഡ് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്യണം. ആൻഡ് വെൻ വി മിക്സ് ആസിഡ്സ് വിത്ത് വാട്ടർ, വി ഷുഡ് കീപ് ഓൺ സ്റ്റിറിംഗ് വാട്ടർ, റൈറ്റ്? ഒരു ആസിഡിലുള്ള ഹൈഡ്രജൻ അയോൺസും ബേസിലുള്ള OH മൈനസ് അയോൺസും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ഒരു ബീക്കറിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. സോ വാട്ടറിൽ H2O ആണ് അല്ലെ? സോ ദർ ആർ H plus ions and OH minus ions, അല്ലെ? One H plus and one OH minus will combine together to form water, അല്ലെ? But വാട്ടറിന് acidic propertyയോ basic propertyയോ ഇല്ല, because number of H plus ionsum number of OH minus ionsum equal ആണ് വാട്ടറിൽ. So water will be neutral, right? But when we mix acid to water solution, number of H plus ions will increase, അല്ലെ? Water will become acidic, right? For example, HCl plus H2O will give H3O plus and Cl minus. So hydrochloric acidലുള്ള ഹൈഡ്രജന്റെ ഒരു അയോൺ വാട്ടറുമായി കൂടിച്ചേർന്ന് H3O plus അയോണായി മാറി, അല്ലെ? That means hydrogen ions cannot exist alone. വാട്ടർ മോളിക്യൂൾസുമായി കമ്പൈൻ ചെയ്ത് H3O plus ആയി മാറിയാൽ മാത്രമേ ആസിഡിലെ ഹൈഡ്രജൻ അയോൺസിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. So hydrogen ions always should be shown as H plus in aqu or hydronium ion, that is H3O plus. വാട്ടറിൽ ആസിഡ് ഓർ ബേസ് മിക്സ് ചെയ്താൽ ആ ആസിഡിന്റെ അല്ലെങ്കിൽ ബേസിന്റെ കോൺസെൻട്രേഷൻ ഓഫ് അയൺസ്, that is H3O plus ions of acids or OH minus ions of bases will decrease. വാട്ടറിൽ ആസിഡ് ഓർ ബേസ് മിക്സ് ചെയ്തിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്ന മെത്തേഡിനെയാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ആസിഡ്സ് ഓർ ബേസസ് മിക്സ്ഡ് വിത്ത് വാട്ടർ ആർ കോൾഡ് ഡൈല്യൂട്ടഡ്. നമുക്ക് സ്ട്രോങ് ആൻഡ് വീക്ക് ആസിഡ്സ് ആൻഡ് ബേസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സ്ട്രോങ് ആസിഡ് ഓർ സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? H plus അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ആസിഡ്സ് ഓർ OH മൈനസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ബേസസ്, they are said to be strong acids and bases. Strong acids and strong bases tend to react more in a chemical reaction. നമ്മൾ 3 ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു, അല്ലെ? സിന്തറ്റിക് ഇൻഡിക്കേറ്റർ, നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആൻഡ് ഓൾഫാക്ടർ ഇൻഡിക്കേറ്റർ, അല്ലെ? ഓൾഫാക്ടർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സ്മെല്ല് തിരിച്ചറിഞ്ഞുകൊണ്ട് ആസിഡിനെയോ ബേസിനെയോ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഓൾഫാക്ടർ ഇൻഡിക്കേറ്റേഴ്സ്. Now we will discuss about a different type of indicator, that is യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ വിൽ ഷോ ഡിഫറെന്റ് കളേഴ്സ് അറ്റ് ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ് ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ എ സൊല്യൂഷൻ. pH is a scale for measuring the concentration of hydrogen ions. ഒരു സൊല്യൂഷനിലുള്ള ഹൈഡ്രജൻ അയോൺസിന്റെ
കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് pH. pH എന്ന് പറഞ്ഞാൽ പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ. പൊട്ടൻസ് മീൻസ് പവർ. ദാറ്റ് ഈസ് എ ജർമ്മൻ വേർഡ്. സോ ഹൈഡ്രജൻ അയോൺസിന്റെ പവർ ഓർ സ്ട്രെങ്ത് ഓർ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് pH. Using pH, we can determine whether a solution is acidic or basic. pH value from 1 to 14 വരെയാണ് ഉണ്ടാകുക. 7 will be the neutral value. Anything less than 7 will be acidic. Anything more than 7 will be alkaline or basic. 0 will be very acidic and 14 will be very alkaline. So a gastric juice used for digestion, right? That is have a pH value of 1.2. So gastric juice is very acidic. അല്ലേ? Gastric juice le hydrochloric acid ഉണ്ട്. So it is very acidic. And lemon juice having 2.2 as pH value. Pure water and blood will be having almost 7.4 as pH value. So it's almost neutral. Alle? And milk of magnesia will have a pH value of 10. And sodium hydroxide is a strong base will have a pH value of 14. Human body works within a pH range of 7 to 7.8. ഒരു നാരോ pH റേഞ്ചിലാണ് ഹ്യൂമൻ ബോഡി ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ pH റേഞ്ചിന് പുറത്തു പോയി കഴിഞ്ഞാൽ it will have adverse effect on our human body, right? And when pH of rainwater is less than 5.6, it is called acid rain. നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് യൂസ്ഡ് ഫോർ ഡൈജഷൻ ഓഫ് ഫുഡ്. നമ്മുടെ ശരീരത്തിൽ ഇൻഡൈജഷൻ ഉണ്ടാകുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ക്വാണ്ടിറ്റി കൂടുന്നു. ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ബേണിംഗ് പെയിൻ ഉണ്ടാകും അല്ലെ? സോ അങ്ങനെ വരുമ്പോൾ ആന്റാസിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കെമിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ കിട്ടും. ആന്റാസിഡ്സ് ആർ മൈൽഡ് ബേസസ്. Antacid will work with hydrochloric acid and it will reduce the amount of hydrochloric acid, right? So milk of magnesia is an example for an antacid. The change in pH also cause of tooth decay, right? When the pH of mouth is lower than 5.5, tooth will start decaying, right? Tooth decaying stop cheyan toothpaste use cheyyunnundu alle. Toothpaste is generally basic, so it will work with the acids and neutralize the excess acid and will increase the pH value, right? Some animals and plants self defense nu vendi acids use cheyyunnundu. Honeybee sting വളരെ പെയിൻഫുൾ ആണല്ലേ? ഹണിബീ സ്റ്റിംഗ് പെയിൻഫുൾ ആവാൻ കാരണം അത് നമ്മുടെ ശരീരത്തിൽ ഒരു ആസിഡ് ലീവ് ചെയ്യുന്നുണ്ട്. ഹണിബീ സ്റ്റിംഗ് ഉണ്ടായാൽ ബോഡിയിലെ ആ ഭാഗത്ത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ന്യൂട്രലൈസ് ദാറ്റ് ആസിഡ് ആൻഡ് ഇറ്റ് വിൽ റിലീവ് ദ പെയിൻ, റൈറ്റ്? നെറ്റിൽ ലീവ്സിന്റെ സൈഡിലുള്ള ഹെയർ ഉണ്ടല്ലോ, ആ ഹെയർ നമ്മുടെ ശരീരത്തിൽ തറച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻജെക്ട് മെത്തനോയിക് ആസിഡ് ആൻഡ് ഇറ്റ് വിൽ കോസ് ബേണിംഗ് പെയിൻ. ആൻഡ് വി വിൽ സീ സം നാച്ചുറൽ ആസിഡ്സ്. Vinegar is acetic acid, orange is citric acid, tamarind is tartaric acid, and tomato is oxalic acid. Sour milk or curd is lactic acid, lemon is citric acid, and sting and nettle sting are methanoic acids, right? Salts ne kurichana nammal ivide discuss cheyyunnathu. ഇതിനു മുമ്പ് ആസിഡും ബേസും ആയി നടന്ന പല റിയാക്ഷൻസിലും സോൾട്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? ബേസിക്കലി ഒരു ആസിഡും ഒരു ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്, റൈറ്റ്? ബേസ് പ്ലസ് ആസിഡ് വിൽ ഗിവ് സോൾട്ട് പ്ലസ് വാട്ടർ. ഒരു ബേസും ഒരു ആസിഡും റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ന്യൂട്രൽ ആയിരിക്കണം അല്ലെ? ബേസും ആസിഡും പരസ്പരം ന്യൂട്രലൈസ് ചെയ്യും അല്ലെ? ഓർ എവറി സോൾട്ട്സ് ന്യൂട്രൽ. നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? H+ അയോൺ കൂടുതലുള്ള ആസിഡ്സ് ആണ് സ്ട്രോങ് ആസിഡ്. അത് കുറവുള്ളതാണെങ്കിൽ വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ് ആയിരിക്കും അല്ലെ? സോ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടിയാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് എ അസിഡിക് സോൾട്ട്, റൈറ്റ്? അതിന് ആസിഡിന്റെ ഗുണങ്ങളുള്ള ഒരു സോൾട്ട് ആയിരിക്കും കിട്ടുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് വി വിൽ ഗെറ്റ് എ ബേസിക് സോൾട്ട്. ആൻഡ് ദ തേർഡ് വൺ, ഇഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ഈസ് റിയാക്റ്റഡ് വി വിൽ ഗെറ്റ് എ ന്യൂട്രൽ സോൾട്ട്, റൈറ്റ്? നമുക്ക് പലതരം സോൾട്ടുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് സോഡിയം ക്ലോറൈഡ്, ദ കോമൺ സോൾട്ട്. കുക്കിംഗ് സോൾട്ട് എന്ന് പറയും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സോൾട്ട് ആണ് സോഡിയം ക്ലോറൈഡ് അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡും വാട്ടറും ഉണ്ടാകുന്നു, റൈറ്റ്? ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ്. സോ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും റിയാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് എ ന്യൂട്രൽ സോൾട്ട് അല്ലെ?
So sodium chloride is a neutral salt. Normally it is seen in the seawater and rock salt. So it is separated from the seawater and the rock salt. ഇനി നമുക്ക് കോമൺ സോൾട്ട് റോ മെറ്റീരിയൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് എന്തൊക്കെ നോക്കാം. They are sodium hydroxide, bleaching powder, baking soda, washing soda, etc. The first one is sodium hydroxide. When electricity is passed through an aqueous solution of sodium chloride വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുള്ള aqueous solution, അതിനെ നമ്മൾ ബ്രൈൻ എന്നാണ് വിളിക്കുന്നത്. ബ്രൈൻ സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഡിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അങ്ങനെ ബ്രൈൻ സൊല്യൂഷൻ അഥവാ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഡീകമ്പോസ് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് is an alkali, അല്ലെ? So the reaction will be 2NaCl, that is aqueous, plus 2H2O gives 2NaOH, that is also aqueous, plus Cl2 gas plus H2 gas. So സോഡിയം ക്ലോറൈഡും വാട്ടറും റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്, ക്ലോറിൻ ആൻഡ് ഹൈഡ്രജൻ കിട്ടുന്നു, അല്ലെ? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ കിട്ടുന്ന ക്ലോറിനും ഹൈഡ്രജനും ഇൻഡസ്ട്രിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ കെമിക്കൽസിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് മെറ്റൽസ് ഡീഗ്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. പേപ്പർ മേക്കിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ആയിട്ടും സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ദെൻ ഹൈഡ്രജൻ ഫ്യൂവൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാർഗറിൻ ഉണ്ടാക്കുമ്പോൾ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി അമോണിയ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ക്ലോറിൻ വാട്ടർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾസ് ക്ലീൻ ചെയ്യാനും സ്വിമ്മിംഗ് പൂൾസിലെ വാട്ടർ ട്രീറ്റ് ചെയ്യാനും ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്. PVC ഉണ്ടാക്കുമ്പോൾ, പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ടാക്കുമ്പോൾ ക്ലോറിൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. And it is used in some disinfectants and chlorofluorocarbon CFC, and chlorine is used in some pesticides also. സോഡിയം ക്ലോറൈഡ് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ചില പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടു, അല്ലെ? ദാറ്റ് വാസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ബ്ലീച്ചിങ് പൗഡർ, ബേക്കിംഗ് സോഡ ആൻഡ് വാഷിംഗ് സോഡ. സോഡിയം ഹൈഡ്രോക്സൈഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഇനി നമുക്ക് ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ച് നോക്കാം. ബ്ലീച്ചിങ് പൗഡർ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ദാറ്റ് ഈസ് ഡ്രൈ സ്ലാക്ട് ലൈം ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് CaOCl2, ദാറ്റ് ഈസ് ബ്ലീച്ചിങ് പൗഡർ പ്ലസ് H2O, ദാറ്റ് ഈസ് വാട്ടർ, റൈറ്റ്? സോ ഡ്രൈ സ്ലാക്ട് ലൈമും ക്ലോറിനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ബ്ലീച്ചിങ് പൗഡർ ആൻഡ് വാട്ടർ. ബ്ലീച്ചിങ് പൗഡറിന്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കോട്ടൺ ആൻഡ് ലിനൻ മെറ്റീരിയൽസ് ബ്ലീച്ച് ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പർ ഫാക്ടറിയിൽ പേപ്പർ ഉണ്ടാക്കാൻ വുഡ് പൾപ്പ് ഉണ്ട്, അല്ലെ? വുഡിൽ നിന്ന് പൾപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കുന്നുണ്ട്. വുഡ് പൾപ്പിനെ ബ്ലീച്ച് ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലോണ്ട്രിയിൽ വാഷ്ഡ് ക്ലോത്ത്സ് ബ്ലീച്ച് ചെയ്യാനായിട്ടും ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. Another use of bleaching powder is oxidizing agent. ഒരുപാട് കെമിക്കൽ ഇൻഡസ്ട്രീസിലെ ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡ്രിങ്കിംഗ് വാട്ടർ ജേംസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ സോഡിയം ക്ലോറൈഡ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, ഇത് നാലും കൂടി ചേർന്നാലാണ് NH4Cl, അതായത് അമോണിയം ക്ലോറൈഡ്, ആൻഡ് NaHCO3, ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രജൻ കാർബോണേറ്റ്, ദാറ്റ് ഈസ് ദ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത് ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഒരു മൈൽഡ് നോൺ കൊറോസീവ് ബേസിക് സോൾട്ട് ആണ്. സോ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലെ എക്സസ് ആസിഡുമായിട്ട് ബേക്കിംഗ് സോഡ വർക്ക് ചെയ്യുകയും സ്റ്റൊമക്കിലെ അസിഡിറ്റി ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആന്റാസിഡ് ഇസ് എ ബേസിക് സോൾട്ട്. ബേസിക് സോൾട്ട് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു, റൈറ്റ്? ആൻഡ് ഇറ്റ്സ് ബീൻ യൂസ്ഡ് ആസ് സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. അനദർ യൂസസ് ആർ ഫോർ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയും ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള എഡിബിൾ ആസിഡും മിക്സ് ചെയ്തിട്ടാണ് ബേക്കിംഗ് പൗഡർ ഉണ്ടാക്കുന്നത്. വൺ ഓഫ് ദ മൈൽഡ് ആസിഡ്സ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ബേക്കിംഗ് പൗഡർ ഈസ് ടാറ്റാറിക് ആസിഡ്. NaHCO3, that is the baking soda, that is sodium hydrogen carbonate. ഏതെങ്കിലും എഡിബിൾ ആസിഡ്, ഏതെങ്കിലും മൈൽഡ് ആസിഡിലെ H+ അയോൺസ് ആയിട്ട് നമുക്കറിയാം. ആസിഡിൽ എപ്പോഴും H+ അയോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലെ? സോ ആസിഡിലെ H+ അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് വിൽ ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് സോഡിയം സാൾട്ട് ഓഫ് ദാറ്റ് ആസിഡ്, റൈറ്റ്? കാർബൺ ഡൈ ഓക്സൈഡ് മേലോട്ട് പൊങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഫുഡ് പ്രോഡക്റ്റിനെ സ്പോഞ്ചി ആക്കി മാറ്റുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് വാഷിംഗ് സോഡ.
സോഡിയം കാർബണേറ്റ് റീക്രിസ്റ്റലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് സോഡ കിട്ടുന്നു. ദിസ് ഈസ് ഓൾസോ എ ബേസിക് സോൾട്ട്. ബേക്കിംഗ് സോഡയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ ബേക്കിംഗ് സോഡ കുക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ ബിക്കം സോഡിയം കാർബണേറ്റ് ആൻഡ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ. ഈ സോഡിയം കാർബണേറ്റ് വാട്ടർ മോളിക്യൂൾസുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് സോഡിയം കാർബണേറ്റിന്റെ ക്രിസ്റ്റൽ ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് Na2CO3 plus 10H2O gives Na2CO3 dot 10H2O. This process is called crystallization. Then uses will be, it's used in glass, soap and paper industries, and washing soda is used in the manufacture of sodium compounds such as borax, and it is used as a cleaning agent for domestic purpose. ഹാർഡ് വാട്ടറിന്റെ പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്തിട്ട് സോഫ്റ്റ് വാട്ടർ ആക്കി മാറ്റുവാൻ വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് റിയാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്രിസ്റ്റലൈസേഷൻ. കോപ്പർ സൾഫേറ്റ് 5 വാട്ടർ മോളിക്യൂളുമായി റിയാക്ട് ചെയ്തിട്ട് CuSO4.5H2O എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ്. സോ കോപ്പർ സൾഫേറ്റിന് ഒരു ക്രിസ്റ്റലിന്റെ ഷേപ്പ് ഉണ്ടാകുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. So hydrated copper sulfate crystalline shape ആണ്. Even though water is mixed with copper sulfate, hydrated copper sulfate is a dry material because water is used for making the copper sulfate a crystal and it is blue in color. So hydrated copper sulfate നെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാട്ടർ കണ്ടന്റ് ലൂസ് ചെയ്യുന്നു അല്ലെ, and its color changes to white. Now again നമ്മൾ വാട്ടറുമായിട്ട് മോയ്സ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂ കളർ റീഅപ്പിയർ ചെയ്യുന്നു because when it is reacted with water it regains its blue color. Another example for crystallization is plaster of Paris. CaSO4.2H2O, that is gypsum. Gypsum heat ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 373 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CaSO4.1/2H2O എന്നൊരു പ്രൊഡക്റ്റ് കിട്ടും. That is called calcium sulfate hemihydrate. That is also called പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇവിടെ ഹാഫ് H2O എന്ന് കണ്ടു അല്ലെ. ഹാഫ് H2O എന്ന് പറഞ്ഞിട്ട് ഒരു മോളിക്യൂൾ ഉണ്ടാവില്ല അല്ലെ. വാട്ടർ മോളിക്യൂളിനെ ഹാഫ് ആക്കാൻ പറ്റില്ല അല്ലെ. ഹിയർ വാട്ട് ഹാപ്പൻസ്, 2 CaSO4 മോളിക്യൂൾസ് ഒരു വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് 1 CaSO4 half H2O, right? 2 formula units of CaSO4 share 1 molecule of water. On mixing with water, the plaster of Paris again changes to gypsum, giving a hard solid mass. The reaction will be CaSO4.half H2O, that is plaster of Paris, plus 1.5 H2O gives CaSO4.2H2O, that is gypsum. Uses of plaster of Paris are its support in fractured bonds in the right position. Fractured bond ഉണ്ടെങ്കിൽ അതിനെ റൈറ്റ് പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അതിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ മെറ്റീരിയൽ കൊണ്ട് റാപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. Then it's used in making toys, materials for decoration. ടോയ്സ് ഉണ്ടാക്കാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്നുണ്ട്. And again it uses for making the surfaces smooth.